ഹലോ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ടെക് റിവ്യൂ വന്നത്. ഞാനൊരു ടെക് എന്തൂസിയാസ്റ്റ് ആണെങ്കിലും ഒരു ടെക് റിവ്യൂവർ അല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറയുന്നത് വൺപ്ലസിൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ നോഡ് 5 ആണ്. വൺപ്ലസ് എന്ന ബ്രാൻഡ് ഞാൻ വളരെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. വൺപ്ലസ് 7 എൻ്റെ അനിയൻ യൂസ് ചെയ്തായിരുന്നു. അവൻ്റെ കയ്യിൽ ഇപ്പോഴും ഫോണുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ വൺപ്ലസ് 8 Pro മേടിച്ചു. അതിലെനിക്ക് പണിയും കിട്ടി, എല്ലാവരെയും പോലെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വൺപ്ലസ് 11R ആണ്. ഞാൻ കറണ്ട് യൂസ് ചെയ്യുന്നത് വൺപ്ലസ് 12 ആണ്. പിന്നെ എൻ്റെ കയ്യിൽ വൺപ്ലസിൻ്റെ പാഡുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ടിൽ ഡേറ്റ് ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗ്രീൻ ലൈനിൻ്റെ കാര്യം, ഗ്രീൻ ലൈൻ ഇപ്പോൾ വൺപ്ലസിൽ മാത്രമൊന്നുമില്ല, ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിലും വന്നുണ്ട്. സാംസങ്ങിലൊക്കെ ചറപറ വന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തത് വൺപ്ലസ് മാത്രമാണ്. അവരിപ്പോൾ ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ വൺപ്ലസ് 12 വേണ്ടിയിട്ട് ഒരു കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്പീഗൻ്റെ ഒരു അൾട്രാ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു കേസാണ്. ഇത് ഏകദേശം 900 റുപ്പീസായി. ഈ പ്രൈം ഡേ സെയിലിൽ ഓഫറിൽ വന്നപ്പോൾ മേടിച്ചാണ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ടിട്ടില്ല അത്. ഇതാണ് ഗൈസ് കേസ്. കുഴപ്പമില്ല, ഇവിടെ ഒരു ഗ്ലാസിൻ്റെതും പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു റബ്ബർ ഫിനിഷ് ഉള്ളതുമാണ് മേടിച്ചാണിത്. നമുക്ക് പിന്നീടാം, അതല്ലല്ലോ നമ്മുടെ വിഷയം, മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻഡിസ്കിൻ്റെ ഡുവൽ ഡ്രൈ ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു USB ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫോണിലും യൂസ് ചെയ്യാം. അത് അല്ലാതെ 2 പോർട്ടുണ്ട്, ടൈപ്പ് സി പോർട്ടും ഉണ്ട്, USB പോർട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോണിലും കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഇതിന് 2 ഇതായിട്ട് നമുക്ക് ഇതിലേക്കും കണക്ട് ചെയ്യാം, USB പോർട്ടിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വെൽക്കം ടു ബീസ്പെക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. വൺപ്ലസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് നോഡ് 5. ഇതൊരു 8GB 256GB വേരിയൻ്റ് ആണ്. അതാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ 128 കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കളറ് പറയുന്നത് ഏതാ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർബിൾ സാൻഡ്സ്, അങ്ങനെയാണ് ഇതിൻ്റെ കളറിനെ ഒരു പേരിട്ടാണത്. ഇതല്ലാണ്ട് 2 കളറും കൂടി ഓപ്ഷൻസും കൂടി ഉണ്ട്, ഒരു ബ്ലൂ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ട് ഞാനിത് മേടിച്ചു. അപ്പോൾ ടൈം കളയാൻ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ഡോക്യുമെൻറ്റേഷൻ പിന്നെ ഒരു കേസും ഉണ്ട്. പിന്നെയുള്ളത് ഫോണാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ കളർ കേസാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേസാണ് കൊടുത്താണത്. പിന്നെ അതിലുള്ള ഡോക്യുമെൻറ്റേഷൻ അത് മാറ്റി വയ്ക്കാം. പിന്നെ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത് 80 വാട്ടിൻ്റെ സൂപ്പർ ഹുക്ക് ചാർജർ കൊടുത്തിട്ടുണ്ട്, ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഫോണിലേക്ക് വരാം. മാർബിൾ സാൻഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ വെച്ചാണ്, ഒരു മാർബിൾ ഫിനിഷ് തന്നെയാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ഒപ്പോ റെനോ ഫോണിൻ്റെ ഒക്കെ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നോട്ട് 5. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നോട്ട് 4 നിന്ന് നോട്ട് 5ലേക്ക് വരുമ്പോൾ ഒരു 3-4 കാര്യങ്ങളുടെ ഡൗൺഗ്രേഡ് വരുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നോട്ട് 4-നൊരു പ്രീമിയം മെറ്റാലിക് ബോഡി ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നോട്ട് 4-ൻ്റെ 100 വാട്ടിൻ്റെ സൂപ്പർ ഹുക്ക് ചാർജറാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് 80 വാട്ടിൻ്റെ സൂപ്പർ ഹുക്ക് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നോട്ട് 4-ൽ UFS 4.0 കൊടുത്തായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ അത് UFS 3.1 ആക്കിയിട്ടുണ്ട്. എല്ലാ വേരിയന്റിലും UFS 3.1 തന്നെയാണ്. പിന്നെ അലേർട്ട് സ്ലൈഡർ പോയിട്ടുണ്ട്.
അതിന് പകരം പ്ലസ് കീ ആണ് വന്നേക്കുന്നത്. അതൊരു ഡൗൺ ഗ്രേഡ് അല്ല, കാരണം പ്ലസ് കീ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ അതിനെ അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതിന് 8.1 mm തിക്നെസ് ആണുള്ളത്, ഒത്തിരി തിക്കൊന്നുമല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് 211 ഗ്രാംസോളം വെയിറ്റ് ഉണ്ട് ഇതിന്. അതൊരു ഹെവി വെയിറ്റ് ആയിട്ട് തോന്നില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ 12 ആണ്, അതിന് ഏകദേശം വെയിറ്റ് ഒക്കെ തന്നെ ഉണ്ട്. വെൽ ബാലൻസ്ഡ് ആണ്, വെയിറ്റ് ബാലൻസ്ഡ് ആണ്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നൈസാണ്, എനിക്ക് വേറെ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ ഒരു 6.83 ഇഞ്ച് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വിത്ത് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ് ടു 144 ഹെർട്സ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നോർമൽ യൂസിൽ അപ് ടു 120 ഹെർട്സ് വരെയാണ് വരുള്ളൂ. ഗെയിമിങ്ങിനൊക്കെ നമുക്ക് ഗെയിം മോഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ 144 ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടച്ച് ഫെസിലിറ്റി ഉണ്ട്, മീൻസ് മഴയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്താലും മിസ് ടച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 1800 നിറ്റ്സ് മാക്സിമം ബ്രൈറ്റ്നെസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ഗൈസ്, കാരണം നമ്മളിപ്പോൾ വെയിലത്ത് നിന്ന് ആരെങ്കിലും ഗെയിം കളിക്കണ്ടേ, എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു നോർമൽ യൂസറെ കുറിച്ചാണ് പറയുന്നത്. വെയിലത്ത് നിന്നാലും നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. OnePlus ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ OxygenOS സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ അതിപ്പോൾ ഏകദേശം FunTouchOSന്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. കുറച്ച് ബ്ലോട്ട് ബേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് അറിയാം. പിന്നെ ഒരു ആപ്പ് സ്റ്റോർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രോയറിൽ നിന്ന് പൊക്കോളും. പിന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, ഫോൺപേ അങ്ങനെ കുറച്ച് ബ്ലോട്ട് ബേസ് ഉണ്ട്. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് സ്മൂത്ത് സോഫ്റ്റ്വെയർ ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 15 ബേസ്ഡ് Oxygen 15 ആണ് വന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഉള്ളത്. പിന്നെ ഉള്ളത് പെർഫോമൻസ് ആണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 പ്രോസസ്സറാണ് കൊടുത്തതാണത്. ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ഒന്നും അല്ല, അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് തന്നെയാണ്. പക്ഷേ അത് പവർഫുൾ ചിപ്സെറ്റാണ്, ഗെയിമിങ്ങിനായാലും ബാക്കി എന്തിനായാലും അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ് 8S Gen 3 എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ, ബാക്കിലായാലും ഫ്രണ്ടിലായാലും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കൊടുത്തതാണത് 50 മെഗാ പിക്സൽ സോണി LYT700 എന്ന് പറഞ്ഞ സെൻസറാണ് കൊടുത്തതാണത്. ഒരു 8 MBയുടെ ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ അൾട്രാവൈഡിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും, പക്ഷേ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് തരുന്നുണ്ട്, ബെറ്റർ റിസൾട്ട് തരുന്നുണ്ട്. കുറച്ച് ഇത് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. പിന്നെ ബാക്കിലായാലും 4K 60 FPS നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ കൊണ്ടും ഫ്രണ്ടിൽ ഒരു 50 മെഗാ പിക്സൽ ലെൻസാണ് കൊടുത്തതാണത്. അത് നമുക്ക് 4K 60 FPS വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ ബെറ്റർ റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഓവർ ഹൈ വോളി അങ്ങനെയൊന്നുമില്ല, ക്വാളിറ്റി ഓഫ് സൗണ്ട് നല്ലതാണ്, ബെറ്ററാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഫോൺ നല്ല ഫോണാണ്. പിന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ഗെയിമർ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഗെയിമർ ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പോക്കോ F7, iQOO Neo 10 ഇതൊക്കെ കുറച്ചുകൂടെ പുതിയ ചിപ്സെറ്റ് വരുന്ന ഫോണാണ്. പിന്നെ നിങ്ങളൊരു ക്യാമറ ഓറിയൻറ്റഡ് ഫോണാണ് നോക്കണമെങ്കിൽ അതിനും വേറെ ഒപ്പോയുടെ, റെനോയുടെ അങ്ങനെയൊക്കെ ഫോണുകളുണ്ട്. OnePlus Nord 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു ഫോണാണ്, അത്യാവശ്യം നല്ലൊരു ക്യാമറ തരുന്നുണ്ട്, ഗെയിമിങ് അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ OnePlus ബ്രാൻഡിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. നെഗറ്റീവ്സായിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു നോർമൽ യൂസർ, ഞാനൊരു ഫുൾ ടൈം ഗെയിമർ അല്ല, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ല. അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് എ നൈസ് ഫോൺ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.